Good evening. Good evening, children. Akash, Vismaya, Shreya, Sharanya, Abhinav, Adya, Roshna, Alanchand. Very good evening to all. Very good evening. Yes. Very good evening and a hearty welcome to another chemistry class. Sir, PYQ matram cheydal madiyo. See, this is something നമ്മൾ ജനുവരി എക്സാം ആണല്ലോ നമ്മുടെ ഇപ്പം മുന്നിലുള്ളത്. ജനുവരി എക്സാമിന് എത്ര ദിവസമുണ്ട്, എത്ര ചാപ്റ്റർ ഉണ്ട്, എത്ര വിഷയമുണ്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇഫക്റ്റീവ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ചാപ്റ്റർ ഒന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാം, അതിൽ പരമാവധി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം, ആ പാറ്റേണിൽ ആ സീക്വൻസിൽ ആ ഒരു മോഡലിൽ കിട്ടാവുന്ന ചോദ്യങ്ങൾ മാക്സിമം ചെയ്യാം. ദാറ്റ് വിൽ ബി എ റൈറ്റ് അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജി വിച്ച് യു ക്യാൻ അഡോപ്റ്റ് ഇൻ ദ മിനിമം ടൈം ദാറ്റ് ഈസ് അവൈലബിൾ. കേട്ടോ? യെസ്, PYQ മാക്സിമം ചെയ്യാം, അതേ മോഡലിലുള്ള ചോദ്യങ്ങൾ പരമാവധി ചെയ്യാം. യെസ്, വെരി ഗുഡ് ഈവനിങ് ചിൽഡ്രൻ, വെരി ഗുഡ് ഈവനിങ്. ഇഫ് യു ആർ റെഡി വി ക്യാൻ സ്റ്റാർട്ട്. റെഡിയാണോ? തുടങ്ങാം. ഐ തിങ്ക് എവറിത്തിങ് ഈസ് പെർഫെക്റ്റ്. ഓഡിയോ വീഡിയോ എല്ലാം പെർഫെക്റ്റ് അല്ലേ മക്കളെ? യാ, യെസ്. മെട്രിക്സ്. യെസ്, വി ഗോണ സ്റ്റാർട്ട്. ഇന്നലെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആണ് പഠിച്ചത്. ഫസ്റ്റ് ചാപ്റ്ററിൽ വരാൻ സാധ്യതയുള്ള പരമാവധി ചോദ്യങ്ങൾ നമ്മൾ ഇന്നലെ നോക്കി. സം ബേസിക് കോൺസെപ്റ്റ്സ് എന്നുള്ള ചാപ്റ്റർ. ഓബ്വിയസ്ലി ധാരാളം ന്യൂമറിക്കൽസ് വരുന്ന ഒരു ചാപ്റ്ററാണ്. തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ് വരാം. മോസ്റ്റ്ലി ന്യൂമറിക്കൽസ് ആയിരിക്കും വരെ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. കമ്മിങ് ടു ദ സെക്കൻഡ് ചാപ്റ്റർ, സ്ട്രക്ചർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്ന ചാപ്റ്റർ. സ്ട്രക്ചർ ഓഫ് ആറ്റംസ്, ഇതിൽ നിങ്ങൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നോ ഡൗട്ട് അവസാനം വരുന്ന ക്വാണ്ടം നമ്പേഴ്സ്, അതിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ബോർ മോഡൽ ഓഫ് ആറ്റം നോക്കണം. പിന്നെ സ്പെക്ട്ര, അറ്റോമിക് സ്പെക്ട്ര നന്നായിട്ട് നോക്കണം. റിഡ്ബർഗ് ഫോർമുലയും അറ്റോമിക് സ്പെക്ട്രയും നോക്കണം. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പരീക്ഷയ്ക്ക് വരുന്നൊരു ഭാഗമാണ്. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ചിലപ്പോൾ ഒരു തിയറി ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ വരുന്നത് ഡിബ്രോളി റിലേഷൻ, അവിടുന്ന് ചോദ്യങ്ങൾ വരാം. ഡിബ്രോളി റിലേഷൻ, അതുപോലെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ക്വാണ്ടം നമ്പേഴ്സ്, തലങ്ങും വിലങ്ങും ചോദിക്കുന്ന ഒരു ചോദ്യം. ക്വാണ്ടം നമ്പേഴ്സ്, ഓർബിറ്റൽസിനെ കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസും അതിന്റെ എനർജി കണ്ടുപിടിക്കുക, എത്ര ഇലക്ട്രോൺസ് ആണ്, എത്ര ഓർബിറ്റലാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അങ്ങനെയുള്ള ചോദ്യങ്ങൾ. ഇതാണ് ഇതിൽ മെയിൻ കവറേജ് വരാവുന്ന ഭാഗങ്ങൾ. എന്തായാലും നമുക്ക് അതിൽ ഒന്ന് നോക്കി പോവാം കേട്ടോ. സ്ട്രക്ചർ ഓഫ് ആറ്റം രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുകയാണ്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ സെക്കൻഡ് ചാപ്റ്റർ, സ്ട്രക്ചർ ഓഫ് ആറ്റം. ഓൺ ടു ദ ഡിസ്കഷൻ സ്ട്രേറ്റ് അവേ. സ്ട്രക്ചർ ഓഫ് ആറ്റം, പ്രധാനമായിട്ട് ഓർത്തിരിക്കാവുന്ന കുറച്ച് ഫോർമുല നോക്കുക. റേഡിയസ് ഓഫ് ന്യൂക്ലിയസ് ഫോർമുല ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ ഫോർമുല നോക്കുക. മറ്റേ ഫ്രീക്വൻസിയും ലാംഡയും വേവ് നമ്പറും എല്ലാം വരുന്ന ഒരു ഇക്വേഷൻ. എനർജിയുടെ ഇക്വേഷൻ E is equal to h nu is equal to hc by lambda equal to hc nu bar എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ പ്രത്യേകം നോക്കുക. അതുപോലെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ ഇക്വേഷൻ അറിയാമല്ലോ. കൈനറ്റിക് എനർജി ഈക്വൽ ടു h nu മൈനസ് h nu 0 എന്ന് പറയുന്ന ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ ഇക്വേഷൻ, അത് നോക്കുക. പിന്നെ റിഡ്ബർഗ് ഫോർമുല, ദിസ് ഈസ് റിഡ്ബർഗ് ഫോർമുല. ന്യൂ ബാർ ഇസ് ഈക്വൽ ടു RH ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ. അത് തന്നെ ഫ്രീക്വൻസിയിലും എനർജിയിലും ഒക്കെ വേണ്ടി വന്നേക്കാം. ഇത് ന്യൂ ബാർ 1/λ ഫോമിലാണെങ്കിൽ ഫ്രീക്വൻസിയുടെ ഫോമിൽ വേണ്ടി വന്നേക്കാം, എനർജിയുടെ ഫോമിൽ വേണ്ടി വന്നേക്കാം. അതെല്ലാം ഒന്ന് നോക്കണം കേട്ടോ. പിന്നെ MVR ഈക്വൽ ടു NH/2π ആംഗുലാർ മൊമെന്റം ഇക്വേഷൻ, അതുപോലെ റേഡിയസിന്റെ ഇക്വേഷൻ, എനർജിയുടെ ഇക്വേഷൻ, ബോർ മോഡലിൽ വരുന്ന എല്ലാ ഇക്വേഷൻസ്. ബോർ മോഡലിൽ ഏതൊക്കെയാണ് നോക്കേണ്ടത്?
എനർജി ഓഫ് nth ഓർബിറ്റ് അത് നോക്കണം, റേഡിയസ് ഓഫ് nth ഓർബിറ്റ് അത് നോക്കണം, വെലോസിറ്റി ഓഫ് nth ഓർബിറ്റ് അത് നോക്കണം, ആംഗുലാർ മൊമെന്റം ഇക്വേഷൻ. 4 ഫോർമുല ഏതൊക്കെയാന്ന് പറയൂ. ഏതൊക്കെയാ? ആതിര, അഭിജിത്ത്, ദൃശ്യ. യെസ്, എനർജി ഓഫ് nth ഓർബിറ്റിന്റെ ഫോർമുല, പിന്നെ റേഡിയസ് ഓഫ് nth ഓർബിറ്റിന്റെ ഫോർമുല, പിന്നെ വെലോസിറ്റി ഓഫ് nth ഓർബിറ്റ് ഇലക്ട്രോണിന്റെ ഫോർമുല, അതുപോലെ ആംഗുലാർ മൊമെന്റം ഫോർമുല. 4 ഫോർമുല കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അത് തന്നെ ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റം, അതുപോലെ ജൂൾ പെർ ആറ്റം, കിലോ ജൂൾ പെർ മോൾ, അതെല്ലാം ഫോർമാറ്റ് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇത് വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ്. വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ്. റിഡ്ബർഗ് ഫോർമുല തന്നെ എനർജി ഫോർമാറ്റിൽ ഉണ്ട്. പിന്നെ ഡിബ്രോളി റിലേഷൻ, ഡിബ്രോളി റിലേഷൻ, ലാംഡ ഈക്വൽ ടു എച്ച് ബൈ എം വി, ലാംഡ ഈക്വൽ ടു എച്ച് ബൈ പി എന്ന് പറയുന്ന ഡിബ്രോളി റിലേഷൻ. അതുപോലെ എച്ച് ബൈ റൂട്ട് ഓഫ് 2m കൈനറ്റിക് എനർജി. ഈ ഇക്വേഷൻ ഓർക്കുന്നുണ്ടാവുമല്ലോ അല്ലെ. ലാംഡ ഈക്വൽ ടു എച്ച് ബൈ റൂട്ട് ഓഫ് 2m കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ആ ഫോർമുല അത് ഡിറൈവ് ചെയ്യുന്നൊക്കെ മുൻപ് പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, അതിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ. ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, അതിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ. ഇതെല്ലാം ഒന്ന് റിവൈസ് ചെയ്യണം. ചാപ്റ്ററിൽ വരുന്ന ആ ഭാഗങ്ങളെല്ലാം റിവൈസ് ചെയ്യണം. ഒരിക്കൽ കൂടെ പറയാം, ഏതൊക്കെയാ? അറ്റോമിക് സ്പെക്ട്രയുടെ റിഡ്ബർഗ് ഫോർമുല വരുന്ന ഭാഗം, ഫ്രീക്വൻസി, വേവ് ലെങ്ത്, ലാംഡ അതിന്റെ റിലേഷൻസ് വരുന്ന ഭാഗം, പിന്നെ ഡിബ്രോളി റിലേഷൻസ്, പിന്നെ ബോർ മോഡലില് 4 പ്രധാനപ്പെട്ട ഫോർമുല, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, അഫ്കോഴ്സ് ക്വാണ്ടം നമ്പേഴ്സ് വരുന്ന ഭാഗങ്ങളും ഉണ്ട്. ഇതാ ഇവിടെയുണ്ട് ക്വാണ്ടം നമ്പേഴ്സ് വരുന്ന ഭാഗങ്ങൾ. ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷനൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷനൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ക്വാണ്ടം നമ്പേഴ്സിന്റെ ആസ്പെക്ട്സ് നന്നായിട്ട് നോക്കുക. ക്വാണ്ടം നമ്പേഴ്സിന്റെ ആസ്പെക്ട്സ് അത് നന്നായിട്ട് നോക്കുക. എങ്ങനെ? മാക്സിമം നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ്, ഈ ഫോർമുലയൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. മാക്സിമം നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് n×n-1/2 എന്ന് പറയുന്ന ഫോർമുല. അതുപോലെ തന്നെ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് n2-n1 ഇൻറ്റു n2-n1/2, n2-n1+1/2 എന്ന് പറയുന്ന ആ ഡിഫറെന്റ് ട്രാൻസിഷൻസിൽ എത്രയാണ് സ്പെക്ട്രൽ ലൈൻസ് വരുന്നത് അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. റൈറ്റ്. പിന്നെ ഏതാണ്? ഇതൊക്കെ പറഞ്ഞതാണ്. ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ചിലപ്പോൾ ആവശ്യം വരാറുണ്ട്. മാഗ്നറ്റിക് മൊമെന്റിന്റെ മിക്കവാറും നമുക്ക് ഇവിടെ വരാറില്ല ചോദ്യം. നിങ്ങൾക്കറിയാം ട്രാൻസിഷൻ മെറ്റൽസ്, അതുപോലെ കോംപ്ലക്സ് കെമിസ്ട്രിയിൽ സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്പിൻ ആംഗുലാർ മൊമെന്റം ഫോർമുല, സ്പിൻ ഓൺലി ഫോർമുല, റൂട്ട് ഓഫ് n×n+2 ബോർ മാഗ്നറ്റോൺ എന്ന് പറയുന്ന ആ ഫോർമുല കിട്ടോ. സ്പിൻ മൾട്ടിപ്ലൈ നോഡുകൾ പ്രത്യേകം നോട്ട് ചെയ്തോളൂ. നോഡ് റേഡിയൽ നോഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല n-l-1 എന്ന് പറയുന്ന റേഡിയൽ നോഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, ആംഗുലാർ നോഡ് ഈക്വൽ ടു L എന്ന് പറയുന്ന ആ ഫോർമുല. റൈറ്റ്. വേറെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് പറഞ്ഞു പോവാം. ഏതൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഫോർമുല ഭാഗങ്ങൾ ഏതൊക്കെയാണ് ഒരിക്കൽ കൂടെ പറഞ്ഞു പോവാം കേട്ടോ. ഒന്നാമതായിട്ട് അറ്റോമിക് സ്പെക്ട്രയുടെ ഭാഗം, റിഡ്ബർഗ് ഇക്വേഷൻ, ഏതൊക്കെ സീരീസ് ആണ് അത് വർക്ക്ഔട്ട് ചെയ്യുന്ന ഫോർമുല 1. 2 ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ ഫോർമുല. 3 ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ഒന്ന് നോക്കുക. റൈറ്റ്. പിന്നെ ബോർ മോഡലില് 4 ഇക്വേഷൻസ്. എനർജി ഓഫ് nth ഓർബിറ്റ്, ദാറ്റ് ഈസ് E1 ഫോർ ഹൈഡ്രജൻ ഇൻറ്റു Z²/n² എന്ന് പറയുന്ന ഫോർമുല. റേഡിയസ് ഓഫ് nth ഓർബിറ്റ് A0 ഇൻറ്റു n²/z എന്ന് പറയുന്ന ഫോർമുല. വെലോസിറ്റിയുടെ ഇക്വേഷൻ 2.18 ഇൻറ്റു 10⁻6 m/s Z/n എന്ന് പറയുന്ന ഒരു ഫോർമുല. പിന്നെ ആംഗുലാർ മൊമെന്റം ഇക്വേഷൻ mvr ഈക്വൽ ടു nh/, ഇതെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. ഒന്ന് ഓർത്തെടുക്കുക, ഒന്ന് ബ്രഷ് അപ്പ് ചെയ്യുക. റൈറ്റ്. പിന്നെ ഡിബ്രോളി റിലേഷൻ, ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഓർമ്മയുണ്ടാവുമല്ലോ. Δx ഇൻറ്റു Δv ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4πm Δv എന്ന് പറയുന്ന h/4πm എന്ന് പറയുന്ന ഇക്വേഷൻ. പിന്നെ ക്വാണ്ടം നമ്പേഴ്സ് ഓർബിറ്റൽസിന്റെ ആസ്പെക്ട്സ് കിട്ടോ. ഇത്രയും ആണ് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററിന്റെ ഒരു കവറേജ്. റൈറ്റ്.
പറയാൻ എളുപ്പമാണ്. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. മിക്കവാറും തീരെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ എനിക്ക് ഉറപ്പാണ് ഒരു പകുതി ഫോർമുലയൊക്കെ എന്തായാലും പെട്ടെന്ന് റീകളക്ട് ചെയ്യാൻ സാധിക്കും. ബാക്കി വിട്ടുപോയിട്ടുള്ളത് ഒന്നും കൂടെ ഒന്ന് നോക്കുക, ചിലത് വേണമെങ്കിൽ ഒന്ന് എഴുതി നോക്കുക, എന്നിട്ട് മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ഇപ്പൊ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനിലേക്ക് കടക്കുകയാണ്. ലെറ്റ് us സ്റ്റാർട്ട് വൺ ബൈ വൺ. ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ കൂടുതലായിട്ട് ആവശ്യം വരുന്ന ഡെപ്തിലേക്ക് നമുക്ക് കൂടുതലായിട്ട് ആ സമയത്ത് കടന്നു ചെല്ലാം. ഓക്കെ, യെസ്, റെഡിയല്ലേ? അഞ്ജന, അനഘ, നന്ദന, യെസ്. So let's go through the previous year questions. JEE Mains 2024 ഏപ്രിൽ സെഷൻ എന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. റൈറ്റ്, JEE Mains 2024 ഏപ്രിൽ സെഷൻ. ഒന്നാമത്തെ ചോദ്യം, the maximum number of orbitals which can be identified with n equal to 4, m l equal to 0. എത്ര ഓർബിറ്റൽസ് വരും എന്നാണ് ചോദ്യം. മാക്സിമം നമ്പർ ഓഫ് ഓർബിറ്റൽസ് വിച്ച് ക്യാൻ ബി ഐഡന്റിഫൈഡ് വിത്ത് n equal to 4, m l equal to 0. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 4, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ 0. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 4, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ 0. എത്ര ഓർബിറ്റൽസ് വരും എന്നാണ് ചോദ്യം. കിട്ടിയിട്ടില്ല, ആർക്കും കിട്ടിയിട്ടില്ല. റൈറ്റ്, നോക്ക്, n equal to 4 എന്ന് പറയുമ്പോൾ ഏതൊക്കെ സാധ്യതകളുണ്ട്? n equal to 4 എന്ന് വെച്ച് കഴിഞ്ഞാല് l equal to 0 s ഓർബിറ്റലുണ്ട്, l equal to 1 p ഓർബിറ്റലുണ്ട്, l equal to 2 d ഓർബിറ്റലുണ്ട്, l equal to 3 f ഓർബിറ്റലുണ്ട്. സോ യു ഹാവ് 4s ഉണ്ട്, 4p ഉണ്ട്, 4d ഉണ്ട്, 4f ഉണ്ട്, അല്ലേ? 4s എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരൊറ്റ ഓർബിറ്റല്, m l വാല്യൂ 0 ആണ്. ഇനി 4p എന്ന് വെച്ച് കഴിഞ്ഞാല് 3 ഓർബിറ്റല്, അതിലെങ്ങനെ വാല്യൂ വരാം? -1. എക്സാക്ട്ലി. ഓ, 4. 4. എന്താ സംശയം? 4. m l 0 വരുന്ന 4 ഉണ്ടാവും. കാരണം 4s ഒരെണ്ണം ഉണ്ടാവും, 4p ഒരെണ്ണം ഉണ്ടാവും, 4d ഒരെണ്ണം ഉണ്ടാവും, 4f ഒരെണ്ണം ഉണ്ടാവും, 4s ഒരെണ്ണം, 4p ഒരെണ്ണം, 4d ഒരെണ്ണം, 4f ഒരെണ്ണം. എല്ലാറ്റിലും മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ 0 വരുന്ന ഓരോ ഓർബിറ്റലുകൾ ഉണ്ടാവും. അപ്പോ എത്ര m l 0 വരുന്ന എത്ര ഓർബിറ്റൽ ഉണ്ട് എന്നാണ് ചോദ്യം. 4 ഉണ്ടാവും. 4s ഒരെണ്ണം, 4p ഒരെണ്ണം. എങ്ങനെയാ 4p ഒരെണ്ണം? 4p ഒരെണ്ണം എങ്ങനെയാ? -1, 0, +1. ഇതാണ് ചോദ്യം. ഇവിടെ 0 തന്നെയാണ് m l വാല്യൂ ട്ടോ, m l വാല്യൂ. ഇനി 4d വന്നാല് 5 ഓർബിറ്റലുണ്ട്, 5 ഓർബിറ്റലുണ്ട്. അതിലെങ്ങനെ വരാം? -2, -1, 0, +1, +2. അറിയാലോ? ഇതുപോലെ. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പോ n equal to 4, m l equal to 0. 4 എണ്ണം. 4s ഒരെണ്ണം, 4p ഒരെണ്ണം, 4d ഒരെണ്ണം, 4f ഒരെണ്ണം. In case of any arguments, please send your query. I will come back to the discussion and we can discuss again if required. Aishwarya, hi. എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ, നമുക്ക് തിരിച്ചു വരാം. ഈവൻ ഇഫ് ഐ ഗോ അഹെഡ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണേ. 4 കേട്ടോ, 4. അടുത്ത ചോദ്യത്തിലേക്ക്. The de Broglie wavelength of an electron in 4th orbit. Again, എല്ലാം ഇപ്പൊ വരുന്ന ചോദ്യങ്ങളെല്ലാം ഏപ്രിൽ 2024 ഏപ്രിൽ സെഷനിലത്തെ ചോദ്യങ്ങളാണ്. De Broglie wavelength of an electron in 4th orbit is dash pi a naught.
ഇതിലെ പല ചോദ്യങ്ങളും നിങ്ങൾ പലരും ചെയ്തു നോക്കിയിട്ടുണ്ടാവാം. പല ചോദ്യങ്ങളും ചെയ്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ക്വിക്കായിട്ട് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. അല്ലാത്തവർ ചെയ്തു നോക്കുക. യെസ്, de Broglie wavelength of an electron in the fourth orbit is. ഏതാ മക്കളെ ഫോർമുല? എ വെരി ഫേമസ് ഫോർമുല പഠിപ്പിച്ചിട്ടുണ്ട്. 2πr equal to n lambda. 2πr equal to n lambda. Combining MVR is equal to NH by 2π and lambda equal to H by MV. Combining the two equations. ഈ രണ്ട് ഇക്വേഷൻ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും. ആന്റണി കെൽവിൻ 8 ആണോ? നോക്കാം. de Broglie wavelength of electron in the fourth orbit ആണ് കേട്ടോ. So it is 2πr4 equal to 4 lambda. That is 2π r4 എന്ന് വെച്ചാൽ എന്താ ഇക്വേഷൻ? Rn equal to a naught n square എന്നാണ്. So it will be 2πr4 ആണ് കേട്ടോ. So it will be a naught 4 square into equal to 4 lambda. അപ്പോൾ ഒരു 4 ക്യാൻസൽ ആയി. കറക്റ്റ് ആണ് കേട്ടോ. 8 is the answer. It is 8π a naught equal to lambda. 8π a naught equal to lambda. Answer is 8. Answer is 8. 8 കേട്ടോ. 8. ആന്റണി കറക്റ്റ് ആൻസർ 8. അജിത്, നവനീത് കറക്റ്റ് ആണ്. അപ്പൊ ഈ ഫോർമുല കിട്ടുന്നത് ഇതിൽ നിന്നാണ്. മുൻപ് പഠിച്ചിട്ടുണ്ട്, ഒന്ന് റിവൈസ് ചെയ്യാം. MVR equal to NH by 2π and lambda is equal to H by MV and you can get 2πr equal to n lambda. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Again same exam ആണ്. 2024 April സെഷനിലാണ്. In an atom, total number of electrons having quantum numbers n equal to 4, mod ml equal to 1 and ms equal to minus half. എത്ര ഇലക്ട്രോൺസ് വരും? നവനീത് 7 ഇലക്ട്രോൺ. 7. ആകാശ് 7. നോക്കാം കേട്ടോ. In an atom, total number of electrons having quantum number n equal to 4 and ml equal to mod ആണ്. mod ml എന്ന് വെച്ച് കഴിഞ്ഞാൽ -1 എടുക്കാം. mod ml എന്ന് വെച്ചാൽ എന്താ അർത്ഥം? -1 എടുക്കാം, +1 എടുക്കാം അല്ലെ. So it is 4s. Total number of electrons having ml1 വരണം. 4sല് ml1 വരില്ല. It can be 4p. അവിടെ -1 ഉണ്ട്, +1 ഉണ്ട്. അതില് +½ വരുന്നത് -½ ഒരു ഓറിയന്റേഷൻ എടുക്കാവൂ കേട്ടോ. അപ്പോ ഇവിടെ ഒരു ഇലക്ട്രോൺ, 1. ഇനി 4dയിലേക്ക് പോയാൽ അവിടെയും ഉണ്ട് -1ഉം +1ഉം. അപ്പൊ അവിടെ വീണ്ടും 2 ഇലക്ട്രോൺ കിട്ടും. ഇനി 4fലേക്ക് പോയാൽ അവിടെയും -1ഉം +1ഉം ഉണ്ട്. There will be 2 ഇലക്ട്രോൺ. 6 അല്ലേ മക്കളെ വരിക? 6 അല്ലേ വരിക? യെസ്, 6 ആണ് വരിക കേട്ടോ. 4s വരില്ല. 4pയില് 2 ഓർബിറ്റൽ.
പക്ഷെ ഒരു ഓറിയന്റേഷൻ എടുക്കാവൂ. പ്ലസ് ഹാഫ് മൈനസ് ഹാഫ് കണ്ടോ, മൈനസ് ഹാഫ് മാത്രമേ എടുക്കാവൂ. സോ ഒരു ഓർബിറ്റല് പ്ലസ് ഹാഫ് മൈനസ് ഹാഫ്, അതിൽ ഒരെണ്ണമേ എടുക്കാവൂ. അപ്പൊ എത്ര ഓർബിറ്റൽ ഉണ്ട്? 4p-യിൽ രണ്ടെണ്ണം എന്ന് പറയുമ്പോൾ അതിൽ ഓരോരോ ഇലക്ട്രോൺ. അപ്പൊ -1 വരുന്ന അവിടെ ഒരു ഇലക്ട്രോൺ, +1 വരുന്ന അവിടെ ഒരു ഇലക്ട്രോൺ. പിന്നെ 4d-യിൽ -1-ൽ ഒരു ഇലക്ട്രോൺ, +1-ൽ ഒരു ഇലക്ട്രോൺ. 4f-ൽ -1-ൽ ഇലക്ട്രോൺ, +1-ൽ ഒരു ഇലക്ട്രോൺ. 6 എണ്ണം കിട്ടും. യെസ്, 7 അല്ല 6 ആണ് ആൻസർ. 7 അല്ല 6 ആണ് ആൻസർ. ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തോട്ടെ. 6 കേട്ടോ, 6. അപ്പൊ ഇവിടെ മോഡ് എന്ന് തന്നിട്ടില്ലെങ്കിലോ? ഇവിടെ മോഡ് എന്ന് തന്നിട്ടില്ല, ML = +1 എന്ന് മാത്രമേ തന്നിട്ടുള്ളൂവെങ്കിലോ? അപ്പൊ ആൻസർ 3 ആയി. ഇപ്പൊ ഇവിടെ മോഡ് ML എന്ന് തന്നത് കൊണ്ടാണ് 6 ആയത്. മോഡ് ML തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. ML = +1 എന്ന് മാത്രമാണ് തന്നതെങ്കിലോ ഇത് മാത്രമേ എടുക്കാവൂ. ഇവിടെ ഒരു +1, ഇവിടെ ഒരു +1, ഇവിടെ ഒരു +1. റൈറ്റ്? അപ്പൊ ആൻസർ 3 ആയി. റൈറ്റ്? ഇനി ഇവിടെ മോഡ് തന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴും 6 ആയി. റൈറ്റ്? ഇനി ഇതേ ചോദ്യത്തിൽ ഇവിടെയും മോഡ് തന്നിട്ടുണ്ടെങ്കിൽ ആൻസർ 12 ആയി. ശരിയല്ലേ? തിങ്ക് ഇൻ ഡിഫറെന്റ് ഫോർമാറ്റ്. ഇവിടെയും മോഡ് തന്നിട്ടുണ്ട്, ഇവിടെയും മോഡ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്ലസ് ആൻഡ് മൈനസ് ഹാഫ് ആയി. പ്ലസ് ആൻഡ് മൈനസ് ഹാഫ് എല്ലാം എടുക്കാം. അപ്പൊ എന്തായി? 12 ഇലക്ട്രോൺ ആയി. അപ്പൊ സെയിം ക്വസ്റ്റ്യൻ സ്പിൻ ക്വാണ്ടം നമ്പർ എല്ലാം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 12 ആയി ഉത്തരം. ഇവിടെ മോഡ് തന്നിട്ടില്ല, +1 മാത്രമാണെന്ന് വിചാരിക്കുക. അപ്പൊ ആൻസർ 3 ആയി. തിങ്ക് ഓൾ പോസിബിലിറ്റീസ്. ഓക്കെ, ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ദി വാല്യൂ ഓഫ് റിഡ്ബർഗ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഹാവിംഗ് മാസ് 9.1 × 10⁻31 കിലോഗ്രാം ഇൻ ബോർസ് ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ബോർ ഫസ്റ്റ് ഓർബിറ്റിന്റെ വാല്യൂ അറിയാമല്ലോ. V1-ന്റെ വാല്യൂ എത്രയിടാം? 2.18 × 10⁻6 m/s. ഇതൊരു കോൺസ്റ്റന്റ് അല്ലേ? എന്തിനാ ഇപ്പൊ റിഡ്ബർഗ് കോൺസ്റ്റന്റ് ഒക്കെ തന്നിരിക്കണേ? വാല്യൂ ഓഫ് റിഡ്ബർഗ് കോൺസ്റ്റന്റ് ഗിവൺ, വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഹാവിംഗ് മാസ് 9.1 × 10⁻31 കിലോഗ്രാം ഇൻ ബോർ ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. Bohr first orbit of hydrogen atom is a constant figure 2.18 into 10⁻6. നമുക്ക് അതിനെ 10⁵ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ 21.8 into 10⁵ m/s. നിയറസ്റ്റ് ഇൻഡിജർ എന്ന് വെച്ചാൽ 22 ആയിരിക്കും ഉത്തരം. 22 ആയിരിക്കും ആൻസർ. ഇതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതൊക്കെ വെറുതെ അങ്ങ് മെൻഷൻ ചെയ്തിരിക്കുന്നേ ഉള്ളൂ. ചോദ്യം, വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ഫസ്റ്റ് ബോർ ഓർബിറ്റ് ഇലക്ട്രോൺ ഓഫ് ഹൈഡ്രജൻ ആറ്റം? ഫസ്റ്റ് ബോർ ഓർബിറ്റ് ഇലക്ട്രോൺ ഓഫ് ഹൈഡ്രജൻ ആറ്റം, അതിന്റെ വെലോസിറ്റി ആണ് ചോദ്യം. ഫോർമുല നമ്മൾ ആദ്യം തന്നെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർമുല ഹോപ്പ് യു റിമെമ്പർ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതാ 2.18 2.19 കിട്ടോ. Vn = 2.18 into 10⁻6 m/s. Z/n for any Bohr atom. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും വർക്ക്ഔട്ട് ചെയ്യാനില്ല കേട്ടോ. ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജന്റെ വാല്യൂ ആണ്, അതൊരു കോൺസ്റ്റന്റ് ആണ്. 2.18 into 10⁻6 m/s. അതിനെ 10⁵ റെപ്രസെന്റ് ചെയ്യാനേ ആവശ്യപ്പെട്ടുള്ളൂ. നത്തിങ് മോർ ദാൻ ദാറ്റ്. ട്വന്റി ടു ആൻസർ കിട്ടോ. യെസ്,
അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം. For hydrogen atom, energy of electron in first excited state is minus 3.4 electron volt. Kinetic energy of same electron of hydrogen atom is x electron volt. Value of x is ഒന്നുമില്ലല്ലോ. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ എനർജി ഇതാണ്. അവിടുത്തെ കൈനറ്റിക് എനർജി എത്ര എന്നാണ് ചോദ്യം. കൈനറ്റിക് എനർജി അത് തന്നെ 3.4. കൈനറ്റിക് എനർജി ഓഫ് ആൻ ഓർബിറ്റ് ഈക്വൽ ടു കൈനറ്റിക് എനർജി. ആ സൈൻ വേണ്ടെന്നല്ലേ ഉള്ളൂ, അല്ലെ? എനർജി ഓഫ് ആൻ ഓർബിറ്റ് En ഈക്വൽ ടു മൈനസ് E1 into z square by n square, and this itself is kinetic energy. അത് തന്നെയാണ് കൈനറ്റിക് എനർജി, ഇത് തന്നെയാണ് കൈനറ്റിക് എനർജി. ആ സൈൻ വേണ്ടെന്നല്ലേ ഉള്ളൂ. സോ exactly minus 3.4 electron volt. So x is nothing but 3.4 electron volt. Value of x into ഇവിടെ into 10 power minus 1 represent ചെയ്യണം കേട്ടോ. So it will be 34 into 10 power minus 1. 34 will be the answer. 34 is the answer. 34 is the answer. So first excited state എന്ന് വെച്ചാൽ ഏതാ ഓർബിറ്റ്? ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഏതാ ഓർബിറ്റ്? n equal to 2. അപ്പോൾ n equal to 2വിന്റെ എനർജി minus 13.6 divided by 2 square 4 ആണ്. So that will be minus 3.4 electron volt per atom. ആ വാല്യൂ തന്നെയാണ് സെക്കൻഡ് ഓർബിറ്റിന്റെ, അതായത് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ കൈനറ്റിക് എനർജി. അപ്പൊ സൈൻ ഒഴിവാക്കിയാൽ മതി കേട്ടോ. റൈറ്റ്, ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം. Frequency of de Broglie wave of an electron in Bohr first orbit of hydrogen atom is dash into 10 power 13 hertz. Nearest integer പറയണം. Frequency of de Broglie wave of electron in Bohr first orbit of hydrogen atom. Frequency nu is equal to c by lambda, and that is equal to nothing but v by lambda, അല്ലേ? And we know lambda equal to h by mv. അപ്പൊ ഇവിടെ എന്ത് വരും? ന്യൂ is equal to v by h by mv. അപ്പോ mv മുകളിലോട്ട് പോയി, mv. So it is mv square divided by h. And kinetic energy equal to half mv square equal to, ഇതാണ് കൈനറ്റിക് എനർജി കേട്ടോ. ഇതാണ് കൈനറ്റിക് എനർജി. This is nothing but n1 energy. This is nothing but energy of first orbit, that is kinetic energy. ഇതാണ് kinetic energy. So this is equal to 2.18 into 10 power minus 18. Therefore mv square it will be 2 into 2.18 into 10 power minus 18. ശരിയല്ലേ മക്കളെ? അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ന്യൂ ഈക്വൽ ടു mv സ്ക്വയർ ബൈ h അല്ലേടാ, അതാണ് mv സ്ക്വയർ കേട്ടോ. സോ 2 into 2.18 into 10 power minus 18 divided by hന്റെ വാല്യൂ 6.6 into 10 power minus 34. ഇത്രയും ഹെഡ്സ് ആണ്. ഇതിനെ 10 power 13 റിപ്പോർട്ട് ചെയ്യണം കേട്ടോ. 10 power 13 റിപ്പോർട്ട് ചെയ്യണം. 10 power 13 റിപ്പോർട്ട് ചെയ്യണം. എത്ര വരാം? 18 10 28 6, അപ്പോ 16 അല്ലേ? സോ ദിസ് വിൽ ബി 10 power minus 16.
18 10 28 6 34. അത് ന്യൂമറേറ്ററിലേക്ക് പോയാൽ 10 പവർ 16 ആയി. പക്ഷെ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് 10 പവർ 13ലാണ്. സോ വാട്ട് യു ക്യാൻ ഡു ഈസ് 2 into 2.18 into 10 power 3 into 10 power 13 divided by 6.6. ഇതാണ് നമ്മുടെ ആൻസർ. കിട്ടും. എന്ത് വരും? 660 ആണോ? 660. വിസ്മയ കമന്റ് 660. So it will be 2 into 2180. 3 decimal adjust ചെയ്തു. Divided by 6.6 into 10 power 13. Or rather 20 into 2180 divided by 66 into 10 power 13. ഇത് സോൾവ് ചെയ്യണം. വിഭ 661. രണ്ടുപേരുടെ ആൻസർ ക്ലോസ് ആണ്. അല്ലേ? ഓക്കെ, ഫൈൻ. 660 661. അജിത് 660. A vague approximation will tell you just less than 700. ഒരു 650 പ്ലസ് റേഞ്ചിലാണെന്ന് ആ വേഗ് ആയിട്ട് നോക്കിയാൽ തന്നെ അറിയാൻ സാധിക്കും. പക്ഷെ നമുക്കത് പോരാ. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെ കിട്ടണം. യെസ്, 3 പേര് 660 റേഞ്ച് പറഞ്ഞിട്ടുണ്ട്. 660 661 660. Please don't use any calculators. ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു 33 റേഞ്ചിലാണ് വരിക. 33 into 2 66 660 കറക്റ്റായിട്ട് അവിടെ വരും. പക്ഷെ 720 വരില്ല കേട്ടോ. 720 വരില്ല. ഇത് നോക്കിയാൽ തന്നെ അറിയാം. ഇതൊരു 33 റേഞ്ചിലാണ് വരിക. 33 റേഞ്ചിലാണ്. ഇൻറ്റു 2 ചെയ്യുമ്പോൾ 660 661. വിഭ കമന്റിങ് 661. And the correct answer is 661. Vibha, 661. That is the correct answer. Maybe it is 660 point എത്രയാണെന്നും കൂടെ നോക്കണം. 660 point എത്ര വരുന്നുണ്ടെന്നും കൂടെ നോക്കുക. നിയറസ്റ്റ് ഇതിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 660 ആണോ വരിക? 661 ആണോ വരിക? ഒന്ന് നോക്കിക്കോളൂ. 660.6 അല്ലേ? ഓക്കെ, 660.6. അതാണ് 661 വരാനുള്ള കാരണം. ഓക്കെ, പ്ലീസ് എൻഷുർ യു ആർ നോട്ട് യൂസിങ് എനി കാൽക്കുലേറ്റേഴ്സ്. എല്ലാത്തിലും ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. ആകെ ഒരു 3-4 ചോദ്യത്തിൽ വർക്കൗട്ട് ചെയ്യാൻ ഇതുപോലെ ഐ മീൻ ഒരു കാൽക്കുലേഷൻ, ന്യൂമറിക്കൽ കാൽക്കുലേഷൻ അത്യാവശ്യം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ചോദ്യം ഒരു 4 ചോദ്യം അത്രേ ഉള്ളൂ. അത് എന്താ പറയുക, പ്രാക്ടീസ് ചെയ്തോളുക. എല്ലാവരിലും ഇങ്ങനെ ഉണ്ടാവുന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഡോണ്ട് വറി. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. വൺസ് അഗൈൻ പ്ലീസ് ലിസൺ. ന്യൂ ഈക്വൽ ടു സി ബൈ ലാംഡ, ദാറ്റ് ഈസ് വി ബൈ ലാംഡ. സി എന്ന് വെച്ചാൽ വെലോസിറ്റി, ആൻഡ് ന്യൂ ഈസ് ഈക്വൽ ടു v by, and we know lambda equal to h by mv, de Broglie relation. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ന്യൂ ഈസ് ഈക്വൽ ടു വി ബൈ എച്ച് ബൈ എം ബി എന്ന് വരും. മുകളിലോട്ട് പോയാൽ എം ബി സ്ക്വയർ ബൈ എച്ച് എന്ന് കിട്ടും. എം ബി സ്ക്വയർ നമുക്ക് കൈനറ്റിക് എനർജി എക്സ്പ്രഷൻ കിട്ടും. ആൻഡ് വാട്ട് ഈസ് കൈനറ്റിക് എനർജി? ഈ തന്നിരിക്കുന്നത് ഫസ്റ്റ് ഓർബിറ്റിന്റെ എനർജിയാണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് കൈനറ്റിക് എനർജി. റിഡ്ബർഗ് കോൺസ്റ്റന്റ് തന്നിരിക്കുന്നത്
ഫസ്റ്റ് ഓർബിറ്റിന്റെ എനർജിയാണ്. ഹൈ ഷിഫാന, അതിൽ നിന്ന് എന്ത് കിട്ടും? mv² കിട്ടും. വാട്ട് ഈസ് mv²? ദിസ് ഈസ് കൈനറ്റിക് എനർജി 2.18 into 10⁻⁻18 into 2 ചെയ്താൽ mv² ആയി, ഡിവൈഡഡ് ബൈ h സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയ ഒരു കാൽക്കുലേഷൻ വരുന്നുണ്ട്. അധികം ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. പക്ഷെ 660യും 661ഉം ആ ഒരു വ്യത്യാസം അവിടെ ചെക്ക് ചെയ്യേണ്ടത് തന്നെയാണ്. നിയറസ്റ്റ് ഇന്റിജറിലേക്കാണ് റൗണ്ട് ഓഫ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7th one. A hypothetical electromagnetic wave is shown below. ഒരു വേവിന്റെ ഡയമെൻഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രീക്വൻസി ഓഫ് വേവ് ഈസ് ഫ്രീക്വൻസി ന്യൂ ഈസ് ഈക്വൽ ടു c/λ എന്നാണ്. ആൻഡ് c ഈസ് 3 into 10⁸ മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ ലാംഡ എന്ന് വെച്ചാൽ 1 2 3 4 ഇതിന്റെ 4 ടൈംസ് എടുത്താൽ മതി. 1.5 into 4 into 10 പവർ പൈക്കോമീറ്ററിലല്ലേ 10 പവർ -12. സോ 1.5 അതിന്റെ 4 ടൈംസ് എടുക്കണം. ലാംഡ എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടം വരെയല്ലേ ലാംഡ, ഇവിടുന്ന് ഇവിടം വരെയല്ലേ ലാംഡ. അപ്പോ ഇതിന്റെ 4 മടങ്ങ് വരണം കേട്ടോ. യെസ്, x into 10 പവർ -90. ഇത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ 10 പവർ -20 ആയി. 1.5 into 2 ചെയ്താൽ 3 ആയി കേട്ടോ. 1.5 into 2 ചെയ്ത് കഴിഞ്ഞാൽ 3 ആയി, അത് ക്യാൻസൽ ആവും. സോ ഇറ്റ് ഈസ് 1/2 എന്ന് വെച്ചാൽ 0.5 into 10 പവർ -20. That is 5 into 10 പവർ -19. ആൻസർ 5 ആയിരിക്കും അല്ലെ? 5 അല്ലേ വരിക? 5 ആണോ 50 ആണോ വരിക? 5 ആണോ 50 ആണോ വരിക? ശരണ്യ 50 വരുമോ 5 വരുമോ? 5 അല്ലേ വരുള്ളൂ. 8ഉം -12ഉം -20 കിട്ടി. 3/1.5 into 4 എന്ന് പറയുമ്പോൾ 1.5 into 2 into 2, അപ്പൊ അത് 3 ക്യാൻസൽ ആയി. സോ ഇറ്റ് ഈസ് 1/2 0.5 into 10 പവർ -20 5 into 10 പവർ -19. 5 അല്ലേ വരിക? 5 വരും കേട്ടോ. 5 നല്ല രസമുണ്ട് ആ ചോദ്യം അല്ലേ? മറ്റേ പെട്ടെന്ന് അത് ചിലപ്പോ ക്ലിക്ക് ആവണം. വളരെ സിമ്പിൾ ആണ്, പക്ഷെ ആ ഡയഗ്രം നോക്കിയിട്ട് ചിലപ്പോൾ അന്താളിച്ചങ്ങ് ഇരുന്ന് പോയേക്കാം അല്ലെ? യെസ്. അപ്പൊ ആ തന്നിരിക്കുന്ന ഡയമെൻഷന്റെ 4 ഇരട്ടി എടുക്കുമ്പോൾ ലാംഡ കിട്ടും എന്നുള്ളൊരു ചിന്ത വരണം. റൈറ്റ്. ഇല്ല സോറി മൈനസ് അല്ല, സോറി അതെനിക്ക് തെറ്റിയത്. മൈനസ് അല്ല, പ്ലസ് 10 പവർ 20 ഇവിടെ 10 പവർ 20 അപ്പൊ 10 പവർ 90. യെസ്, മൈനസ് അല്ല കേട്ടോ. അതെ, ഞാൻ ശ്രദ്ധിക്കാതെ പറ്റിയതാ. മൈനസ് അല്ല, പ്ലസ്. ഡിനോമിനേറ്ററിലല്ലേ -12 വരുന്നത്, ഡിനോമിനേറ്ററിലെ -12 വരുന്നത്, അപ്പൊ പ്ലസ് അല്ലേ വരുള്ളൂ. ഞാൻ എഴുതിയത് മാറിപ്പോയതാ കേട്ടോ. ഓക്കെ, അഗെയിൻ ദ ക്വസ്റ്റ്യൻസ് ആർ ഫ്രം 2024 ഏപ്രിൽ സെഷൻ. ആൻസർ 5 കേട്ടോ. ആൻസർ 5. യെസ് ശരണ്യ. അങ്ങനെ തന്നെയായിരിക്കും ശരണ്യയുടെയും 50യിലേക്ക് പോയത് കേട്ടോ. ചിലപ്പോൾ ആ പവറിലെ ഒരു കൺഫ്യൂഷൻ കൊണ്ടായിരിക്കാം. യെസ്. അടുത്ത ചോദ്യം. Based on Heisenberg uncertainty principle, the uncertainty in velocity of electron to be found within an atomic nucleus of diameter 10 power -15 meter is dash into 10 power 9 meter per second. Nearest integer ലേക്ക് വരണം.
Based on Heisenberg uncertainty principle, the uncertainty in velocity of electron to be found within an atomic nucleus of diameter 10 power minus 15 meter. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി ആണ്. സോ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4πm എന്നാണ്. Therefore delta v equal to h by 4πm delta x എന്ന് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് എത്രയാ 6.626 ഇൻറ്റു 10 പവർ മൈനസ് 34. ചിലപ്പോ അവര് 6.6 തരും, ചിലപ്പോ 6.626 തരും. അവരെന്ത് വാല്യൂ തന്നിട്ടുണ്ടോ അതെടുക്കുക. അവരെന്താണോ തന്നിരിക്കുന്ന വാല്യൂ അതെടുക്കുക. കാരണം അതിന്റെ ആൻസർ ആയിരിക്കും അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ റിപ്പോർട്ടഡ് ആൻസർ ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ എടുക്കുക കേട്ടോ. ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 3.14 ഇൻറ്റു മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 ഇൻറ്റു 10 പവർ മൈനസ് 31 ഇൻറ്റു ഡെൽറ്റ എക്സ് കണ്ടോ, ഇതൊക്കെ തന്നിരിക്കുന്ന വാല്യൂ തന്നെ എടുക്കാം. ഡെൽറ്റ എക്സ് ഇതാണ് കേട്ടോ, 10 പവർ മൈനസ് 15 സോൾവ് ചെയ്യാം. എന്ത് കിട്ടും? -34ഉം -31ഉം അപ്പൊ -3 ആയി അല്ലേ? -3 ആയി. -3യും ഇവിടെ 10 പവർ മൈനസ് 12 ആയി. അത് ന്യൂമറേറ്ററിലേക്ക് പോയാൽ 10 പവർ 12 ആയി. ശരിയല്ലേ മക്കളെ? ശരിയല്ലേ? അപ്പോ 31, 34 -3 12 12 ശരിയല്ലേ? കറക്റ്റ്. നമുക്ക് 9ൽ റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഒരു 3 ഡിജിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ദി ആൻസർ ഈസ് 6626 divided by 4 into 3.14 into 9.1 into 10 power 9 ആയി. ഇതാണ് നമ്മുടെ റിപ്പോർട്ടിംഗ് ആൻസർ. എന്ത് വരും? മുപ്പത് 3 4 12 120. (662/12) ഒരു 60ന്റെ അടുത്ത് 60യുടെ റേഞ്ചിൽ കിട്ടും. കിട്ടിയവരൊന്ന് പറയണേ. 54 വിഭ ശബരിനാഥൻ 54. Is it 54? A rough calculation, I got it as nearly 60. ഞാൻ ചെയ്തത് റഫ് വേഗ് ആയിട്ടാണ് കേട്ടോ. 3 into 10 30 എന്നെടുത്തു, ഇൻറ്റു 4 120 ആയി. 6626 that is 662/12. അതൊരു 60യുടെ റേഞ്ചിലേക്ക് എത്തുന്നുണ്ട്. I'm not sure. കിട്ടിയാ?
ഇതിപ്പോ ശരണ്യ 58 58 58 ആണോ 54 ആണോ? ഇറ്റ് ഈസ് 58 58 58 ഓക്കെ 58. എനിക്കും 60യുടെ ക്ലോസ് ആയിട്ടാണ് എനിക്കും ഒരു വാല്യൂ വേഗ് കാൽക്കുലേഷനിൽ വന്നത് കേട്ടോ. 58 is the correct answer. Viba, I think you can just cross check once again to confirm is it 54 or 58. 58 is the reporting answer. I too got 60 range. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. This is uncertainty principle. Delta x into delta v equal to h by 4 pi m. Therefore, delta v equal to h by 4 pi m delta x. This is h and 4 pi m delta x commented in the question. Within an atomic nucleus of diameter, എന്ന് വെച്ചാൽ that is giving uncertainty in position. 10 power minus 15 മീറ്ററിലാണ് uncertainty in position വരുന്നത്. അതിന്റെ uncertainty in velocity എത്ര എന്നായിരുന്നു ചോദ്യം. Uncertainty in position is very, 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 very low, and therefore uncertainty in velocity is very high. എന്തായിരുന്നു ആൻസർ? 58 into 10 raised to 9. നോക്കടാ, uncertainty in position is very low and hence uncertainty in velocity is very high, and that is what Heisenberg uncertainty principle. രണ്ടും ഒരുമിച്ച് കുറയ്ക്കാൻ പറ്റില്ല. ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് കൂടും. പൊസിഷൻ നമ്മൾ അക്യുറേറ്റ് ആയിട്ട് മെഷർമെന്റ് നടത്തിയാൽ വെലോസിറ്റിയുടെ മെഷർമെന്റ് ഇനാക്യുറേറ്റ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് വാട്ട് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ദ ലോ ഓഫ് ഇൻഡിറ്റർമിനസി എന്ന് പറയുന്നത് കേട്ടോ. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. റൈറ്റ്. So question number 9. This is a classic question from the chapter. Compare energies of following set of quantum numbers for multi-electron system. വേഗം ആവട്ടെ. ചോയ്സ് തിരിച്ചും മറിച്ചും ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ചോയ്സ് തിരിച്ചും മറിച്ചും ഒക്കെ തന്നിട്ടുണ്ട്. Energy of multi-electron system. Energy is decided by n plus L value. Energy decided by n plus L value. If same n plus L value comes, the one with the greater n value will be larger energy. പഠിച്ചിട്ടുള്ളതാണ് ഓഫ്-ബോ പ്രിൻസിപ്പിൾ. Here you have n plus L 5 എന്ന് കിട്ടും. Here you have n plus L 6 എന്ന് കിട്ടും. So B greater than A. Now C 3 plus 1 4 എന്ന് കിട്ടും. ഇവിടെ 3 plus 2 5 എന്ന് കിട്ടും. ഇവിടെ 4 plus 0 4 എന്ന് കിട്ടും. So maximum it is B. Maximum B. ഇത് തെറ്റാണ്. Maximum B 1 ആണോ 4 ആണോ? 1 ആണോ 4 ആണോ? രണ്ടിലും B മാക്സിമം ആണ്. B കഴിഞ്ഞാൽ എയും ഡിയും എ ആണ്. B കഴിഞ്ഞാൽ എ, ഇവിടെയും B കഴിഞ്ഞാൽ എ, ഇവിടെയും B കഴിഞ്ഞാൽ എ. പിന്നെ എ കഴിഞ്ഞാൽ പിന്നെ ഡി ആണ്. BAD, BAC. This is wrong. Answer is fourth choice. Yes. അപ്പൊ n പ്ലസ് എൽ വാല്യൂ മാക്സിമം വരുന്നത് ഇവിടെ. സോ ബി മാക്സിമം, 2 ചോയ്സേ ഉള്ളൂ. ബാക്കി 2 ചോയ്സ് കട്ടായി. അത് കഴിഞ്ഞ് വരുന്നത് എയും ഡിയും. അതിൽ എ വരണം. സോ BAD. ഇവിടെ BAC എന്നാണ്. സോ ദി ആൻസർ. പിന്നെ BAD, അത് കഴിഞ്ഞ് ഇ, അത് കറക്റ്റ് ആണല്ലേ? നോക്കിക്കോളൂ, രണ്ടും 4 ആണ്. അതിൽ ഇ കഴിഞ്ഞിട്ട് സി. So the order is B, A, D, E, C in the decreasing order or increasing order C, E, D, A, B. Yes. അടുത്ത ചോദ്യം
ആൻസർ ഡി തന്നെ, ഫോർത്ത് ചോയ്സ്. നോക്കാനൊന്നുമില്ല. അടുത്തത്, the number of radial node for 3p orbital, number of radial node for 3p orbital, for any orbital radial node equal to n minus l minus 1, 3p orbital 3 minus 1 minus 1, so it is 1. Option first choice. Yes, number of radial node equal to n minus l minus 1. So ഇവിടെ 3p ആണ്, 3 minus 1 minus 1, so it is 1. First choice. അടുത്ത ചോദ്യം. ഇപ്പോ നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യം ജാനുവരി സെഷനാണ് കേട്ടോ. നേരത്തെ ചെയ്തത് ജാനുവരി സെഷനാണ്. അപ്പൊ ഏപ്രിൽ സെഷന്റെ ആണ് ഇതുവരെ നമ്മൾ ചെയ്തത്. നൗ ഇറ്റ് ഈസ് ഫ്രം ജാനുവരി സെഷൻ. ലാസ്റ്റ് ഇയർ 2024 ഫസ്റ്റ് ഫേസിൽ നടന്ന പരീക്ഷയിലെ ചോദ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2024 ജാനുവരി സെഷൻ. And this is another question, 2024 January session. According to wave particle duality of matter by D. Broglie, which of the following graph plot present most appropriate relationship between wavelength of electron and momentum of electron? So lambda equal to h by p nalle. Lambda equal to h by p. Lambda along the y-axis and p along the x-axis. First graph, rectangular hyperbola. First graph, option 1. എന്തോ നോക്കാനൊന്നുമില്ല. Lambda equal to h by p. First graph. That means lambda proportional to 1 by p. ഏതാ ഗ്രാഫ്? rectangular hyperbola. Yes. അടുത്ത ചോദ്യം. The number of electrons present in all the completely filled subshell having n equal to 4 and s equal to plus half. n equal to 4, s is equal to plus half. Number of electrons present in all completely filled sublevels, subshells. എത്ര എണ്ണം വരും? n equal to 4, s is equal to plus half. എന്ന് വെച്ചാൽ പെയ്യേഡ് ഇലക്ട്രോണിൽ ഒരെണ്ണേ എടുക്കാൻ പാടുള്ളൂ എന്നർത്ഥം. പെയ്യേഡ് ഇലക്ട്രോണിൽ ഒരെണ്ണമേ എടുക്കാൻ പാടുള്ളൂ. ആകാശ് കമന്റിങ് 16, ശരിയാണോ മക്കളെ? ആകാശ് കമന്റിങ് 16 എങ്ങനെ വരൂടാ? 4s, അതുപോലെ 4p. 4sല് ഒരു ഓർബിറ്റല് ഒരു ഇലക്ട്രോൺ, 4pയില് 3 ഓർബിറ്റല് 3 ഇലക്ട്രോൺ, 4dയില് 5 ഓർബിറ്റല് 5 ഇലക്ട്രോൺ, 4fല് 7 ഓർബിറ്റല് 7 ഇലക്ട്രോൺ. സോ 7, 10, 16 കറക്റ്റ് ആണ് കേട്ടോ. 16 കറക്റ്റ് ആണ്. ടോട്ടൽ ഇലക്ട്രോൺസിന്റെ പകുതി, ടോട്ടൽ ഇലക്ട്രോൺസ് 32 വരും. ടോട്ടൽ ഇലക്ട്രോൺസ് 32 വരും. 4 അല്ലേ? സോ ഇറ്റ് ഈസ് 2n സ്ക്വയർ വരും. അതിന്റെ പകുതി n സ്ക്വയർ, ദാറ്റ്സ് ഇറ്റ്. n സ്ക്വയർ ആണ് ഉത്തരം. എത്ര ഓർബിറ്റൽ ഉണ്ടെന്ന് നോക്കിയാൽ മതി. എത്ര ഓർബിറ്റൽ ഉണ്ടെന്ന് നോക്കുക. അതിൽ ഓരോരോ ഇലക്ട്രോൺ വീതം. എത്ര നമ്പർ ഓഫ് ഓർബിറ്റൽസ് എത്രയാണ്? n സ്ക്വയർ, 4 സ്ക്വയർ, 16. വേറൊന്നും നോക്കാനില്ല. നമ്പർ ഓഫ് ഓർബിറ്റൽസ് അതെടുത്താൽ മതിയല്ലോ. 16 കറക്റ്റ്. അതേസമയം മോഡ് സ്പിൻ ക്വാണ്ടം നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്പിൻ ക്വാണ്ടം നമ്പർ ഏത് വേണമെങ്കിലും എടുക്കാം എന്നാണെങ്കിൽ 32 എന്ന് വരാം. അപ്പൊ പിന്നെ ചോദ്യം മാറി. n equal to 4ല് മാക്സിമം എത്ര ഇലക്ട്രോൺസ് എന്നായി ചോദ്യം. അപ്പൊ 32 എന്ന് വരും. റൈറ്റ്. അടുത്ത ചോദ്യം. 16 is the correct answer. Next one. Another very simple question, matching between the spectral series and region. Spectral series region. Lyman series UV region. A with 2. അടുത്തത് Balmer series visible region. B with 4. എവിടെ?
A2 B4 ഓപ്ഷൻ 3 അല്ലെ? ഓപ്ഷൻ 3 ഞാൻ കട്ട് ചെയ്ത് ശ്രദ്ധിച്ചില്ല. A2 B4 ബാക്കി ശരിയാണോ? C3 ശരിയാണോ? C3 ഇൻഫ്രാറെഡ്, D1 ഇൻഫ്രാറെഡ് എല്ലാം കറക്റ്റ്. യെസ്, തേർഡ് ചോയ്സ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ചാപ്റ്ററിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസും ഉണ്ട്, തിയറിറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. റൈറ്റ്, തിയറിറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ന് വിചാരിച്ചിട്ട് ലേസി ആയിട്ട് ഇരിക്കാനും പറ്റില്ല. കാരണം അവിടെ അശ്രദ്ധ കൊണ്ട് തെറ്റിക്കാൻ സാധ്യതയുണ്ട്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യനിൽ 1-2 ചോദ്യങ്ങൾ, എന്താ പറയുക, ഒരു പരീക്ഷയിൽ ഒരു ചോദ്യം. ആ ഒരു ചോദ്യം ഒരുപക്ഷെ ഒരു ന്യൂമറിക്കൽ കാൽക്കുലേഷൻ ആണെങ്കിൽ ആ കാൽക്കുലേഷൻ ചിലപ്പോൾ ഒന്ന് ടൈറ്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. സോ അത് മാത്രം, എല്ലാ ചോദ്യവും അങ്ങനെ അല്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഒരു എക്സാം പേപ്പറിൽ അങ്ങനത്തെ കാൽക്കുലേഷൻ വരുന്ന എല്ലാ ചോദ്യങ്ങളും കൊണ്ട് നിറയ്ക്കോ? അതൊന്നും ചെയ്യില്ല. ഒരു 3-4 ചോദ്യം ഒരു സബ്ജക്റ്റിൽ നിന്ന്, അത് നമ്മളൊന്ന് കെയർഫുൾ ആയിട്ട് ചെയ്യണമെന്ന് മാത്രം. റൈറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ ഓപ്ഷൻ 3 തന്നെ അല്ലേ? 3. അടുത്ത ചോദ്യം, 14ാമത്തെ ചോദ്യം. അഗെയിൻ ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് ആർ ഫ്രം 2024 January session. The correct set of 4 quantum numbers for the valence electron rubidium. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് എഴുതി നോക്കാം. 1s2, 2s2, 2p6 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം, അതിന്റെ ഒന്നും ആവശ്യമില്ല. ലിത്തിയം ഹൈഡ്രജൻ ഹീലിയം ഫസ്റ്റ് പീരിയഡിലാണ്, അവിടെ 1s മാത്രമേ ഉള്ളൂ. ലിത്തിയം സെക്കൻഡിലാണ്, അവിടെ 2s വരും അല്ലെ? അപ്പോ ലിത്തിയം 2s, സോഡിയം 3s, പൊട്ടാഷ്യം 4s, റുബീഡിയം 5s. ഇതാണ് സംഭവം. ലിത്തിയം 2s ആണ്. ഇറ്റ് ഈസ് ലിത്തിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. ഹൈഡ്രജൻ ഇവിടെയാണ്. ഇത് 1ാമത്തെ സീരീസ്, 2ാമത്തെ സീരീസ്, 3, 4, 5, 6, 7ാമത്തെ പീരീഡ്. നമ്മൾ സംസാരിക്കുന്നത് റുബീഡിയമാണ്. റുബീഡിയം 5ാമത്തെ പീരീഡിലാണ്. 5ാമത്തെ പീരീഡ് എന്ന് വെച്ചാൽ വാലൻസ് ഷെൽ 5 എന്നർത്ഥം. പീരീഡ് നമ്പർ ഈക്വൽ ടു വാലൻസ് ഷെൽ. അപ്പൊ റുബീഡിയം 5th പീരീഡിലാണ്. ആൻഡ് റുബീഡിയം ആൽക്കലി മെറ്റൽ ആണ്. അപ്പൊ 5s ആണ് കോൺഫിഗറേഷൻ. 5s. So it can be 1 or 2. 2ല് ഈ നമ്പർ തെറ്റാണ്. ആൻസർ ഈസ് 1. 5, 0, 0 പ്ലസ് ഹാഫ്. ഇവിടെ 1 വരില്ലല്ലോ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ 1 വരാൻ പാടില്ലല്ലോ. ഇത് 5p ആണ്. This is 5p. Answer is first choice. അപ്പൊ കോൺഫിഗറേഷൻ എഴുതി നോക്കിയിട്ടല്ല ഇതിന്റെ മറുപടി പറയേണ്ടത്, അതിന്റെ ആവശ്യമില്ല. റുബീഡിയം എത്രാമത്തെ പീരീഡിലാണെന്ന് അറിഞ്ഞാൽ ബാലൻസ് ഷെല്ലിന്റെ ഐഡിയ കിട്ടി. അപ്പൊ കോൺഫിഗറേഷൻ മനസ്സിലായി, ആൻസർ റിപ്പോർട്ട് ചെയ്യാം. റൈറ്റ്, അടുത്ത ചോദ്യം 15th question. Number of spectral lines obtained in helium plus spectra when electron makes transition from 5th excited state to 1st excited state. 5th excited state ൽ നിന്ന് 1st excited state ലേക്ക്. വേഗം ചെയ്യും മക്കളെ. The number of spectral lines നേരത്തെ ഞാൻ പറഞ്ഞു, n2 minus n1 into, suppose there is a transition, n2 ൽ നിന്ന് n1 ലേക്കാണ് ട്രാൻസിഷൻ. എത്ര സ്പെക്ട്രൽ ലൈൻസ് എന്ന് ചോദിക്കുന്നു. n2 minus n1 into n2 minus n1 plus 1 by 2. This is the answer. വേഗം പറ. വിഭ 10, നവനീത് 3, വിസ്മയ 10, ശരണ്യ 10,
നോക്കൂ, ട്രാൻസിഷൻ ഫ്രം ഫിഫ്ത്ത് എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഫിഫ്ത്ത് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ n ഈക്വൽ ടു 6. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ n ഈക്വൽ ടു 2. അപ്പോ 6 നിന്ന് 2ലേക്ക് 6 മൈനസ് 2 6 മൈനസ് 2 പ്ലസ് 1 ബൈ 2. 4 ഇൻറ്റു 5 14 20 10 എന്ന ഉത്തരം കിട്ടും കേട്ടോ. 10 ഈസ് ദി ആൻസർ. 10 ഈസ് ദി ആൻസർ. നവനീത് തെറ്റി കണ്ണ, നവനീത് തെറ്റി. 10 ഈസ് ദി ആൻസർ. എവിടെ തെറ്റി നോക്ക്. ഫിഫ്ത്ത് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ n ഈക്വൽ ടു 6. ഫിഫ്ത്ത് എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ n ഈക്വൽ ടു 1. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ n ഈക്വൽ ടു 2. സിക്സ്ത് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഫിഫ്ത്ത് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ n ഈക്വൽ ടു 6. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ n ഈക്വൽ ടു 2. ഓക്കെ വെരി ഗുഡ്, നന്നായി നന്നായിട്ടോ. യെസ്, ഇറ്റ് ഈസ് n2 മൈനസ്. അപ്പൊ 6 നിന്ന് 2ലേക്കാണ് ട്രാൻസിഷൻ നടക്കുന്നത്. 6 നിന്ന് 2ലേക്കാണ്. എത്ര സ്പെക്ട്രൽ ലൈൻസ് എന്ന് ചോദിക്കാം. സോ ഇറ്റ് ഈസ് n2 മൈനസ് n1 ഇൻറ്റു n2 മൈനസ് n1 ബൈ n1 പ്ലസ് 1 ബൈ 2 എന്ന് ചെയ്യണം. ശരണ്യ സാർ, n2 ഈക്വൽ ടു 5 n1 ഈക്വൽ ടു 1 എടുത്താലോ സാർ? n2 ഈക്വൽ ടു 5 n1 ഈക്വൽ ടു 1 എടുത്താലോ സാർ? വരുമോ? 5 മൈനസ് 1 4. 5 മൈനസ് 1 4 പ്ലസ് 1. ആൻസർ കറക്റ്റ് ആണ്, പക്ഷെ കോൺസെപ്റ്റ് തെറ്റാണ്. ആൻസർ കറക്റ്റ് ആണ്. അപ്പൊ ചോദ്യം അങ്ങനെയാവാം അല്ലെ? ഏതൊക്കെ ട്രാൻസിഷനിലാണ് സെയിം നമ്പർ ഓഫ് ടോട്ടൽ സ്പെക്ട്രൽ ലൈൻസ് കിട്ടുക എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ ഇതാ ശരണ്യ ഒരു ബ്രാൻഡ് ന്യൂ ക്വസ്റ്റ്യനായിട്ട് എത്തിയിട്ടുണ്ട്. ശരണ്യ കൊണ്ടുവന്ന ഒരു ഇൻഫർമേഷൻ നമുക്കൊരു ബ്രാൻഡ് ന്യൂ പ്രോബ്ലം ആക്കി മാറ്റാം. എല്ലാവരും ശ്രദ്ധിക്കുക. വിച്ച് ട്രാൻസിഷൻ ക്യാൻ കോസ് ദ സെയിം നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് എന്നൊരു ചോദ്യം വന്നാൽ ഉത്തരം 6 2 5 1 ഒരേ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ആയിരിക്കും കിട്ടുക. 6 2 5 1 അതേ സീക്വൻസിൽ വേറെയും ഉണ്ടാവും. ഒന്ന് ചിന്തിച്ചോളൂ. ശരണ്യ, that in fact is a brand new question carrying the same concept. ഒരേ കാര്യം തന്നെയാണ്, അത് വേറൊരു രീതിയിൽ ചോദിക്കാൻ വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം കേട്ടോ. 6 2 വരുന്ന ടോട്ടൽ സ്പെക്ട്രൽ സീരീസിന്റെ എണ്ണവും 7 3 ടോട്ടൽ സ്പെക്ട്രൽ സീരീസിന്റെ എണ്ണവും അതും ശരിയാവുമല്ലോ അല്ലെ? ഒന്ന് നോക്കിയേ. 7 3 ശരിയല്ലേ? വരും 7 3 6 2 5 1 ഇതിലൊക്കെ വരുന്ന ടോട്ടൽ സ്പെക്ട്രൽ ലൈൻസിന്റെ എണ്ണം സെയിം ആയിരിക്കും. യെസ്. അപ്പൊ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വരാം എന്നുള്ള ഒന്ന് ചിന്തിച്ചോളൂ കേട്ടോ. റൈറ്റ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാ. യെസ്, 16ാമത്തെ ചോദ്യം. The 4 quantum numbers for electron in outermost orbital of potassium. Outermost orbital of potassium. Again, ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. പൊട്ടാഷ്യം എങ്ങനെയാണ്? പൊട്ടാഷ്യം കണ്ടോ? n ഈക്വൽ ടു 4 പൊട്ടാഷ്യം n ഈക്വൽ ടു 4 ഇപ്പൊ വാലൻസ് ഷെല്ല് 4 ആയിരിക്കും. വാലൻസ് ഷെല്ല് 4s ആയിരിക്കും. 4s. സോ n ഈക്വൽ ടു 4 L ഈക്വൽ ടു 0 എന്ന് വരണം. n ഈക്വൽ ടു 4 L ഈക്വൽ ടു 0 എന്ന് വരണം. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2 എന്ന് സ്ട്രെയിറ്റ് അവേ കിട്ടും. സ്ട്രെയിറ്റ് അവേ നമുക്ക് ആൻസർ ഓപ്ഷൻ 2 എന്ന് കിട്ടും. യെസ്. അടുത്ത ചോദ്യം. ഇപ്പൊ നമ്മള് സെഷൻ മാറി കേട്ടോ. ഇപ്പൊ ഇതുവരെ നമ്മൾ ചെയ്തത് 2024 പേപ്പറാണ്. ഇതുവരെ നമ്മൾ ചെയ്തത് 2024 അപ്പൊ 2024 ആ ഒരു കളക്ഷൻ കഴിയാണ്. ജനുവരിയും ഏപ്രിൽ സെഷനും കഴിഞ്ഞു. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് 2023 വന്നിട്ടുള്ള
ഏപ്രിൽ സെഷൻ ആണ്. 2023 ഏപ്രിൽ സെഷൻ ക്വസ്റ്റ്യൻസ് ആണ്. കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും 2023-ലും 2024-ലും. കാരണം കുറച്ചു മുന്നേ നമ്മൾ ഇതേപോലൊരു ചോദ്യം ചെയ്തു. അപ്പൊ നമുക്ക് ആ പാറ്റേണിന്റെ റിപ്പീറ്റേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്താ ചോദ്യം? ഇഫ് ദ റേഡിയസ് ഓഫ് ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രോജൻ ആറ്റം ഈസ് a0, then de Broglie wavelength of the electron in third orbit. So it is 2 pi r equal to n lambda. That is 2 pi r3 equal to 3 lambda. That is 2 pi a0 into 3 square equal to 3 lambda. ഒരു 3 cancel ആവും. So it is 6 pi a0 equal to lambda എന്ന് ഉത്തരം കിട്ടി. എന്താ നമുക്ക് കാണണ്ടേ? de Broglie wavelength ആണ് ചോദ്യം. 6 pi a0. Option 3 is the correct answer. Option 3 is the correct answer. ഇതേപോലൊരു ചോദ്യമാണ് നമ്മൾ മറ്റേ 2024 കണ്ടത്. റൈറ്റ്? അപ്പോ ഇത് നേരത്തെ ആരോ ചോദിച്ച I don't know what the name is. മെട്രിക്സ് എന്നാണ് പേര് കണ്ടത്. സർ പ്രീവിയസ് ഇയർ ചെയ്താൽ മതിയോ എന്ന ആ ചോദ്യത്തിനുള്ള ഒരു മറുപടിയാണ് നമ്മൾ ഈ കാണുന്ന അനാലിസിസ്. 2023 വന്ന ആ ഒരു പാറ്റേൺ 2024-ലും നമുക്കത് കാണാൻ സാധിച്ചുവെങ്കിൽ അത് നല്ലൊരു സൂചനയാണ്. എന്ന് വെച്ച് 2025-ല് അതേ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്യും എന്നല്ല, മറിച്ച് നമ്മളൊരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നല്ല ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം? എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? അത് നോക്കൂ. സത്യത്തിൽ നമ്മളിത് ഒരുപാട് മുന്നേ തന്നെ നല്ല വിഗറസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. ഇനി അങ്ങനെ ചെയ്യാൻ പോയിട്ടുള്ളവർ ചിലവരൊക്കെ ഔട്ട് ഓഫ് ട്രാക്ക് ആയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? തുടങ്ങുമ്പോഴൊക്കെ ഭയങ്കര മൂഡിലായിരുന്നു, അത് കഴിഞ്ഞ് ഔട്ട് ഓഫ് ട്രാക്ക് ആയി, പിന്നെ അത് വിട്ടു. ഇപ്പൊ വീണ്ടും തോന്നുകയാണ് ഒന്നും കൂടെ ഫൈറ്റ് ചെയ്യണം എന്ന് തോന്നുകയാണ്. സി യു ആർ നെവർ ലേറ്റ് ഇൻ ദാറ്റ് ആറ്റിറ്റ്യൂഡ്. ഇഫ് യു ഹാവ് സച്ച് എൻ ആറ്റിറ്റ്യൂഡ്, ഒരിക്കലും നമ്മൾ ലേറ്റ് ആണെന്ന് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഫൈനൽ മൊമെന്റിൽ നമുക്ക് നന്നായിട്ടൊന്ന് പൊരുതി നോക്കാൻ എന്താ വിഷമമുള്ളത്? അതെങ്ങനെ പൊരുതാം എന്നുള്ളതാണ് നമ്മുടെ ഈ ക്ലാസ്സുകളിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഞാൻ കാണുന്നത്. എങ്ങനെ നമുക്ക് ആ ഫൈനൽ മൊമെന്റിൽ നമുക്ക് അടിച്ചു കയറാം, അതാണ് ഞാൻ കാണുന്ന ഒരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. എന്താ ചെയ്യാൻ പറ്റുക? ഓരോ ചാപ്റ്ററും പ്രധാനപ്പെട്ട ഫോർമുലയൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കുക, എന്നിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ഇട്ട് മെരുക്കിട്ടിട്ട്. ദാറ്റ്സ് ദ ബെസ്റ്റ് വേ. റൈറ്റ്? അപ്പൊ ഇത് അതിന്റെ ഒരു സൂചനയാണ്. ഇത് ആ ചോദ്യത്തിനുള്ള ഒരു മറുപടിയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. So that's option 3. Next question is 18th question. It is again same 2023 April session ആണ്. Wavelength of electron of kinetic energy. Wavelength of electron of kinetic energy. Kinetic energy തന്നിട്ടുണ്ട്. അല്ല, wavelength of an electron of kinetic energy is. എനർജി തന്നിട്ടുണ്ട്, നമുക്ക് വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. എനർജി തന്നിട്ടുണ്ട്, വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കും മക്കളെ. ലാംഡ ഈക്വൽ ടു എച്ച് ബൈ റൂട്ട് ഓഫ് 2m കൈനറ്റിക് എനർജി അല്ലെ? ലാംഡ ഈക്വൽ ടു എച്ച് ബൈ റൂട്ട് ഓഫ് 2m കൈനറ്റിക് എനർജി. വർക്ക്ഔട്ട് ചെയ്യും. ശ്രദ്ധിക്കുക, എച്ച് ഒക്കെ തരേണ്ടത് അവർ തന്ന വാല്യൂ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം അതിനായിരിക്കും അവർ ഇവിടെ കണ്ടോ, നേരത്തെ 9.1 എന്ന് തന്നു, ഇപ്പൊ 9 തന്നിരിക്കുന്നു. നേരത്തെ 6.626 എന്ന് തന്നു, ഇപ്പൊ 6.6 എന്ന് തന്നിരിക്കുന്നു. തന്ന വാല്യൂ എടുത്താൽ മതി, കാരണം ആൻസർ ആ വാല്യൂവിനായിരിക്കും റിപ്പോർട്ട് ചെയ്യാം. സോ ഇറ്റ് ഈസ് 6.6 into 10 power minus 34 divided by root of 2 into 9 into 10 power minus 31 into kinetic energy 4.5 into 10 power minus 29 minus 29 30 60 എന്ന് കിട്ടും. ഇതെടുക്കുമ്പോൾ -60 കിട്ടും. റൂട്ടിന് പുറത്തേക്ക് വരുമ്പോൾ 10 power minus 30 ആയി. 10 power minus 30 ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ -4 ആയി.
ഇനി 2 into 4 പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ 9 ആയി. അപ്പൊ 9 റൂട്ടിന് പുറത്ത് 9 വരും. സോ ദി ആൻസർ ഈസ് 6.6 into 10 power minus 4 by 9. എന്ന് വെച്ചാൽ ആൻസർ നമുക്ക് 10 power minus 5 റിപ്പോർട്ട് ചെയ്യണം. സോ ഇറ്റ് ഈസ് 66 into 10 power minus 5 by 9. 7063 എത്ര വരിക? 770 7 അല്ലേ? 7 പോയിന്റ് എത്ര വരും? 7ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാലോ അല്ലെ? 7ലേക്ക് റൗണ്ട് ഓഫ് ചെയ്തൂടെ? 7 റൗണ്ട് ഓഫ് ചെയ്യാം. 7 പോയിന്റ് എത്ര വരിക? 7 പോയിന്റ് എന്തായാലും ഹയർ വാല്യൂ ഒന്നും വരില്ല. വരുമോ? 63 മൂന്നിലല്ലേ? 7 പോയിന്റ് അപ്പൊ പിന്നെ 7 സോ ഇറ്റ് വിൽ ബി 7 എക്സാക്ട്ലി. So once again lambda equal to h by root of 2m ke പഠിപ്പിച്ചിട്ടുണ്ട്. or even you can simply derive this. വളരെ ഈസി ആയിട്ട് ഇത് നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാം. കൈനറ്റിക് എനർജി ഇക്വേഷൻ വെച്ച് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാം. ഹാഫ് എം വി കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. അതും ലാംഡ ഈക്വൽ ടു h by mv യും ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്താൽ ഈസി ആയിട്ട് ഇത് ഡിറൈവ് ചെയ്യാം. അതിൽ തന്ന ഡാറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡാറ്റയൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് തന്നിരിക്കുന്നത്. നോ മച്ച് കാൽക്കുലേഷൻസ് ഇൻവോൾവ്. റൈറ്റ്. അടുത്ത ചോദ്യം 19th question, again 23 April session ആണ്. Number of atomic orbital having 5 radial nodes. 7s എന്ന് വെച്ചാൽ 7 minus 0 minus 1 6 എണ്ണമാണ് അല്ല. 7p 7 minus 1 minus 1 5 ആണ്. yes. 6s 6 minus 0 minus 1 5 ആണ്. yes. 8p 8 minus 1 minus 1 6 ആണ് അല്ല. 8d 8 minus 2 minus 1 again 5 ആണ്. ആൻസർ ഈസ് 3 ശരിയല്ലേ? 7s 6 എണ്ണം ഉണ്ട്. 7p 5 എണ്ണം ഉണ്ട്. 6x 5 എണ്ണം ഉണ്ട്. 8p 6 എണ്ണം ഉണ്ട്. 8d 5 എണ്ണം ഉണ്ട്. 3 ഓർബിറ്റൽ കറക്റ്റ് അല്ലേ മക്കളെ? 3 ഓർബിറ്റൽ കറക്റ്റ് അല്ലേ? 3 and once again radial node equal to n minus l minus 1. okay. അടുത്ത ചോദ്യം question number 20 statement based question ആണ്. again same April session ആണ്. number of following which are incorrect statement ആണ് വേണ്ടത് കേട്ടോ. incorrect statement ആണ് വേണ്ടത്. 20 incorrect statement. Line emission spectra are used to study electronic structure. True ആണോ false ആണോ? ഓരോന്ന് നോക്കുക. Line atomic spectra used to study electronic structure. Atomic spectra is fingerprint of atoms. Atoms ന്റെ ഐഡന്റിറ്റി ആണ്. ഇത് ട്രൂ ആണ്. ഇൻകറക്റ്റ് വേണം. The emission spectra of atoms in a gas phase show a continuous spread of wavelength. Continuous spread അല്ല, spectral lines ആണ് കേട്ടോ. അപ്പോ ഇത് ആൻസർ ആണ്. ഐ മീൻ ഇൻകറക്റ്റ് ആണ്. ഇത് കറക്റ്റ് ആണ്, നമ്മുടെ ആൻസർ അല്ല. ഇത് ഇൻകറക്റ്റ് ആണ്, നമ്മുടെ ആൻസർ ആണ്. An absorption spectrum is like the photographic negative. ഇത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്, ആൻസർ അല്ല. The element helium was discovered in the sun by spectroscopic method. Absolutely. അതും ആൻസർ അല്ല. അപ്പൊ ഒരെണ്ണം കിട്ടും. ഒരെണ്ണം. Only B. ഒരെണ്ണം. ആൻസർ 1. Only B. B is incorrect. ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. എയും സിയും ഡിയും കറക്റ്റ് ആണ്. ഓൺലി ബി ഈസ് ഇൻകറക്റ്റ്.
യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 21. Question number 21. An electron in the nth orbit of Li2 plus is excited to n plus 1 orbit using radiation of energy 1.47 into 10 power minus 17 joule as shown in the diagram. The value of n is the electron in the nth orbit of Li2 plus excited to n plus 1 orbit using radiation of energy. So E equal to RH into 1 by n1 square minus 1 by n2 square into Z square. Rydberg formula അറിയാലോ, Rydberg formula. So here it is E transition ulla energy delta E. So it is 1.47 into 10 power minus 17 equal to RH value 2.18 into 10 power minus 18 into Z square. Lithium atomic number 3 ആണ് കേട്ടോ. So it is 3 square into n-ൽ നിന്ന് n plus 1-ലേക്കാണ്. So 1 by n square minus 1 by n plus 1 square. So what do you get? 1.47 into 10 power minus 19 equal to ഇവിടെ 9 ഒമ്പിട്ടുണ്ട് 18, അപ്പോ എത്ര വരും? 19 point something into 10 power minus 18 into this. That will be 1.9 something into 10 power minus 17. So this ഇവിടെ minus 17 ആണ്. അപ്പോ ഇതും cancel ആവും. So you get 1 by n square minus 1 by n plus 1 the whole square equal to 1.47 by 1.9 എത്ര വരും മക്കള്? 9 into 2.18 1.92 സംതിങ് അല്ലേ? ഇതെന്ത് വരൂടാ? 1.4 by 1.9 എന്ന് വെച്ചാൽ ഏകദേശം 0.75 എന്ന് വെച്ചാൽ 3/4 ആണ്. 3/4 ആണ്. So 1 by n1 square minus 1 by n plus 1 square 3/4 വരണമെങ്കിൽ 1 minus 1 by 4 എന്ന് വരണം. So n equal to 1 എന്ന് കിട്ടും. So it is 1 by 1 square 1 minus 1 by 2 square 1/4. അപ്പൊ 3/4 എന്ന് വരും. 1.962 അല്ലേ? 1.962. ഞാൻ 1.4ഉം 1.9ഉം ഞാൻ നോക്കിയുള്ളൂ കേട്ടോ. 1.4ഉം 1.9ഉം ഞാൻ നോക്കിയുള്ളൂ. ഇറ്റ് ഈസ് 0.75. 1.4ഉം 1.9ഉം ഇറ്റ് ഈസ് 0.75. 0.75 എന്ന് വെച്ചാൽ 3/4 ആണ്. Now you see 1 by n square minus 1 by n plus 1 square equal to 3/4 എന്ന് വെച്ചാൽ എന്ത് വരണം? 1 minus 1/4 എന്ന് വരണം. അപ്പൊ n എന്ത് വരണം? 1 വരണം. n plus 1 എന്ത് വരും? 2 എന്ന് വരും. So 1 by 1 square minus 1 by 2 square അപ്പൊ 3/4 ആയി. ക്ലിയർ ആണോ? യെസ്. ഒരിക്കൽ കൂടെ പറയാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ ഇത്രയും എനർജി വേണ്ടി വന്നു എങ്കിൽ n എത്ര എന്നാണ് ചോദ്യം. So delta E equal to RH into 1 by n1 square minus 1 by n2 square into Z square. So ഈ delta E എന്ന് പറയുന്നത് ഇതാണ്. 1.4 into 10 power minus 17 equal to 2.18 into 10 power minus 18 into Z square 3 square 9. ഇതും ചെയ്തു കഴിഞ്ഞാൽ 19.62 എന്ന് വരും. 19.62.
ഇവിടെ 1.47 10 power minus 17, 19.62 10 power minus 18. That can be written as 1.962 into 10 power minus 17. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആവും. 10 power minus 17 ക്യാൻസൽ ആവും. So you get this much data equal to 1.47 divided by 1.962. ഇത് ഏകദേശം 0.75 എന്നാണ് വരിക. So it is 3/4. So 1 by n square minus 1 by n plus 1 the whole square equal to 3/4. എങ്ങനെ വരണം? 1 minus 1/4 എന്ന് വരണം. അപ്പൊ n എന്താണ്? n plus 1 എന്താണ്? n equal to 1, n plus 1 equal to 2. So 1 by 1 square minus 1 by 2 square. Yes. ഇവിടെയൊക്കെ മിക്കവാറും നമുക്ക് എന്താ പറയുക, ഒരു ക്വാഡ്രാറ്റിക് സോൾവിംഗ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. ക്വാഡ്രാറ്റിക് സോൾവിംഗ് അല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെയോ ആ ഡാറ്റ n1 n2 എന്ത് ഡാറ്റ വരുമ്പോഴാണ് ഒരു റേഷ്യോ കിട്ടുക, അത് നമുക്ക് ചിന്തിച്ചാൽ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ദി ആൻസർ ഈസ് എന്തായിരുന്നു നമ്മുടെ n ഈക്വൽ ടു എന്നല്ലേ 1. ഓക്കെ, അടുത്തത് ഞാൻ പെട്ടെന്ന് ചോയ്സ് ആണെന്ന് വിചാരിച്ചു. 22ാമത്തെ ചോദ്യം. വി വാണ്ട് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വേണം. 22ാമത്തെ ചോദ്യം ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വേണം. It's regarding black body radiation. It is regarding black body radiation. Emit or absorb energy in form of electromagnetic radiation. Naturally, this is correct and not the answer. Frequency distribution of emitted radiation depends on temperature. Of course, not the answer. At a given temperature, intensity versus frequency curve passes through a maximum value. ഓർമ്മയില്ലേ മക്കളെ? ഗ്രാഫ് ഓർമ്മയില്ലേ? Intensity along the y-axis and lambda along the x-axis. ഗ്രാഫ് ഇങ്ങനെയാണ്. This is the maxima. ഇതാണ് particular lambda point. And that is also true statement, not the answer. The maximum of the intensity versus frequency curve is at a higher frequency, at a higher temperature compared to that at a lower temperature. Temperature കൂടിയാൽ ഹയർ ഫ്രീക്വൻസിയിലേക്ക് വരും. This is temperature T1 and imagine you have a temperature T2. Suppose you are taking temperature T2. ഇങ്ങനെയല്ലേ വരിക? temperature T2 ഇങ്ങനെയാണ് വരിക. Now you see, this is T2 temperature where T2 greater than T1 and this is lambda 1, lambda 2. You can see T2 greater than T1, that is lambda 2 less than lambda 1. നമ്മളിവിടെ പറയുന്നത് ഫ്രീക്വൻസി ആണ്. ലാംഡ ലെസ് എന്ന് വെച്ചാൽ ഫ്രീക്വൻസി മോർ എന്നല്ലേ അർത്ഥം. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് അല്ലേ? The maximum of intensity versus frequency curve is at a higher frequency at a higher temperature. Of course, ടെമ്പറേച്ചർ കൂടിയാൽ എനർജി കൂടും, ഫ്രീക്വൻസി കൂടും. ടെമ്പറേച്ചർ കൂടിയാൽ എനർജി കൂടും, ഫ്രീക്വൻസി കൂടും. ലാംഡ കുറയും. ഇത് ലോവർ ടെമ്പറേച്ചർ, ഇത് ഹയർ ടെമ്പറേച്ചർ കൂടുന്തോറും ലാംഡ കുറഞ്ഞു വരും. ദാറ്റ് ഈസ് ഓൾസോ ട്രൂ സ്റ്റേറ്റ്മെന്റ്. എന്ന് വെച്ചാൽ 0 ആയിരിക്കും ഉത്തരം. നോ, കറക്റ്റ്, ഇൻകറക്റ്റ് എല്ലാം കറക്റ്റ് എന്നാണ് കാണുന്നത്. 0. No incorrect statement. All are correct statements. ബ്ലാക്ക് ബോഡി റേഡിയേഷന്റെ തിയററ്റിക്കൽ ആസ്പെക്ട് ആണ്. അടുത്ത ചോദ്യം 23. Again a theory question. 23 April session only. തിയറി ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് നോക്കുക. അഞ്ച് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. വി വാണ്ട് ടു നോ ദിസ് ടൈം കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. കേട്ടോ? ഒന്നാമത്തെ കറക്റ്റ് ആണോ? ഫോർ 1s orbital probability density is maximum at the nucleus.
For 1s orbital, probability density is maximum at the nucleus. True അല്ലേ? For 1s orbital, probability density maximum at the nucleus. ഇങ്ങനെയല്ലേ? ഓർക്കുന്നുണ്ട്? NCERT ഗ്രാഫ് ഓർമ്മയില്ലേ? എങ്ങനെയാണ് 1s orbital? എങ്ങനെയാണ് 1s orbital? Please try to recollect from the textbook. Maximum at the nucleus. Maximum, ഇതാണ് ന്യൂക്ലിയസ്. Maximum at the nucleus. True statement ആണ്. For 2s orbital, probability density first increases to maximum and then decreases sharply to 0. 2s orbital, probability density first increases to maximum and then decreases sharply to 0. തെറ്റല്ലേ? 2s orbital ഇങ്ങനെയാ മക്കളെ. ഇതാണ് 2s orbital. ഇങ്ങനെയാണ്. And this is node. This is node. Please refer textbook. Please refer textbook. അപ്പൊ ഇത് തെറ്റാണ്. ഇത് കറക്റ്റ് ആണ്. ആൻസറിലാണ്. ഇത് തെറ്റാണ്. നമുക്ക് വേണ്ടത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ബൗണ്ടറി സർഫസ് ഡയഗ്രാം ഓഫ് പ്രോബബിലിറ്റി എൻക്ലോസസ് എ റീജിയൻ ഓഫ് 100% പ്രോബബിലിറ്റി. തെറ്റാണ്. 100% പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ പ്രോബബിലിറ്റി എന്നുള്ള വാക്കിന് അർത്ഥമില്ലാതായി മാറി. 100% പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ പ്രോബബിലിറ്റി എന്ന് പറയുന്ന വാക്കിന് അർത്ഥമില്ലാണ്ടായി. അത് തെറ്റാണത്. P and D orbital have 1 and 2 angular node respectively. Yes, angular node is equal to L value. P orbital L value 1, D orbital L value 2. P and D orbital having 1 and 2 angular node. Correct ആണ്. Probability density of p orbital is 0 at the nucleus. Probability density of p orbital is 0 at the nucleus. Exactly. This is p orbital. Probability density is 0 at the nucleus. അതും കറക്റ്റ് ആണ്. ആൻസർ 3 ആയിരിക്കണം. ആൻസർ 3 ആയിരിക്കണം. യെസ്, എ ഡി ഇ 3 കേട്ടോ. എ ഡി ഇ. എ കറക്റ്റ് ആണ്, ഡി കറക്റ്റ് ആണ്, ഇ കറക്റ്റ് ആണ്. ബിയും സിയും തെറ്റാണ്. 3 എണ്ണം ശരിയാണ്. യെസ് യെസ്. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുമോ സർ? ഓഫ് കോഴ്സ്. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഓഫ് പി ഓർബിറ്റൽ ഈസ് 0 അറ്റ് ദ ന്യൂക്ലിയസ്. ഇതല്ലേ പി ഓർബിറ്റല്? ഇതല്ലേ പി ഓർബിറ്റല്? ഇതാണ് ന്യൂക്ലിയസ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി അറ്റ് ദാറ്റ് പോയിന്റ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി അറ്റ് ദ ന്യൂക്ലിയസ്? ഇവിടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എത്രയാ? 0 അല്ലേ? ന്യൂക്ലിയസിൽ 0 അല്ലേ? വിസ്മയ, പി ഓർബിറ്റലിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ന്യൂക്ലിയസിൽ 0 അല്ലേ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇതല്ലേ ന്യൂക്ലിയസ്? ഇതല്ലേ ന്യൂക്ലിയർ പോയിന്റ്? ഇവിടെയല്ലേ? ഇവിടെയല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ആക്സിസ് എടുത്തോളൂ. ഇവിടെയല്ലേ ന്യൂക്ലിയസ് വരിക? അവിടെ 0 അല്ലേ? യെസ്. അപ്പൊ നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മൾ 2024ലെയും 2023ലെയും വളരെ പ്രധാനപ്പെട്ട കുറെ ഏറെ ചോദ്യങ്ങളിലൂടെയാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററിലൂടെ നമ്മൾ യാത്ര ചെയ്തത്. അപ്പൊ ഈ ഡിസ്കസ് ചെയ്തത് ഒരു 1.5 മണിക്കൂർ ക്ലാസ് എന്ന് പറയുന്ന ഈ ഒരു ഡിസ്കഷൻ, ഇറ്റ് ഷുഡ് ബി ആക്ടിങ് ആസ് എ ട്രിഗറിംഗ് ഫോർ your more effort that you can put in prior to the examination. അപ്പോ പരമാവധി ഈ ഒരു ട്രാക്കിലൂടെ പരമാവധി ചോദ്യങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു ട്രാക്കിലൂടെ പരമാവധി ചോദ്യങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ വിഷയങ്ങളും എന്തായാലും എല്ലാ ദിവസവും ഓരോ ചാപ്റ്റർ വെച്ച് നമ്മൾ ഈ പ്രോഗ്രാമിൽ കൊണ്ടുപോകുന്നുണ്ട്. അത് എന്തായാലും ഫോളോ ചെയ്യുമായിരിക്കാം. അത് ഫോളോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ എത്രമാത്രം എക്സ്ട്രാ ചെയ്യാൻ പറ്റും എന്നുകൂടെ ചിന്തിക്കുക. എത്രമാത്രം എക്സ്ട്രാ ചെയ്യുന്നുവോ അത്രയും നിങ്ങൾക്ക് ഒരു കട്ടിംഗ് എഡ്ജ് ഉണ്ടാവും. അപ്പോൾ വീക്കിലി 2 ക്ലാസ്സുകളാണ് നമ്മൾ കെമിസ്ട്രിയിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ആഴ്ചത്തെ നമ്മുടെ കെമിസ്ട്രിയിലെ ഈ പറഞ്ഞ ക്ലാസ്സുകൾ ഇവിടെ തീരുകയാണ്.
ഇനി നമുക്ക് അടുത്ത ആഴ്ചയാണ് കെമിസ്ട്രിയിൽ ഉള്ളത്. അടുത്ത ആഴ്ച, അടുത്ത തിങ്കളാഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാമത്തെ ചാപ്റ്റർ ആയിരിക്കും, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിക് പ്രോപ്പർട്ടീസ്. അതിന്റെ അടുത്ത ദിവസം കെമിക്കൽ ബോണ്ടിങ് എന്ന അതിമനോഹരമായ വലിയ ഒരു ചാപ്റ്ററിലൂടെയും നമ്മൾ അടുത്ത ആഴ്ച കടന്നു പോകും. അപ്പോൾ ഈ ആഴ്ച സം ബേസിക് കോൺസെപ്റ്റ്സ്, സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ് ഡിസ്കസ് ചെയ്തത്. അടുത്ത ആഴ്ച ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് കെമിക്കൽ ബോണ്ടിങ് എന്ന ചാപ്റ്ററിലൂടെ ആയിരിക്കും നമ്മൾ അടുത്ത ആഴ്ച പോകുന്നുണ്ടാവുക. മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കുക, ആത്മവിശ്വാസത്തോടു കൂടി പഠിക്കാം. എനിക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കാണ് കിട്ടുന്നത് എന്ന ഒരു ധൈര്യത്തോടു കൂടി നല്ല ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോവുക, നല്ല കഠിനാധ്വാനം ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച ഈ ക്ലാസ്സിന്റെ കണ്ടിന്യൂവേഷൻ അടുത്ത ആഴ്ച വീണ്ടും കാണാം. Till then, bye, see you, take care, good night.